എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു സ്പാ മെഷീനാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു അടപ്പൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ അറിയുമായിരിക്കും, പക്ഷേ അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ അടുത്താണ് ഇങ്ങനൊരു സ്പാ മെഷീൻ വാങ്ങിയത്. ഇതൊരു ഫുഡ് സ്പാ മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. പിന്നെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സ്വിച്ച് ഇതിനുണ്ട്. പിന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അതിനകത്ത് ബബിൾ മേക്കർ ഉണ്ട്, അതിൻ്റെ ഒരു സ്വിച്ച് വേറെ ഉണ്ട്. പിന്നെ ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് വെള്ളം ഒഴിക്കാതെ നമ്മളൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു കോഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നിർദ്ദേശങ്ങളും അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഈ ഫുഡ് സ്പാ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ റോളേഴ്സ് ഉണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് 4 റോളേഴ്സ് വീതമുണ്ട്. അപ്പോൾ നമുക്ക് കാല് ശരിക്കും നന്നായിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്യാം. ഇതിൻ്റെ ഔട്ട്ലെറ്റാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് നമുക്ക് വെള്ളം പുറത്തേക്ക് കളയുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫുഡ് സ്പാ മെഷീനുള്ളത്. നോക്കിക്കോളും. കാല് നമ്മളിതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യുകയാണ് ചെയ്യുക. മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ നീക്കുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ശരിക്ക് പോകും. കാലിനുള്ള ഡെഡ് സ്കിന്നൊക്കെ പുറത്തേക്ക് പോകും. നല്ല ചൂടാവുകയും ചെയ്യും. ഇതൊരു 45 ഡിഗ്രി വരെ നമുക്ക് സഹിക്കാവുന്ന ഒരു ടെമ്പറേച്ചറാണ്. ഞാനൊരു 44-45 ഒക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാറുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മൾ എപ്സം സോൾട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ബോഡി പെയിനൊക്കെ ഏറ്റവും നല്ലതാണല്ലോ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയാം. അദ്ദേഹത്തിന് ഇതുപോലെ വന്നിരുന്നു കാലിന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഈ ഫുഡ് സ്പാ മെഷീൻ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ഒരു വേദനയും കടച്ചിലും ഒക്കെ ആയിരുന്നു കാലിൻ്റെ പാദം മൊത്തം. അപ്പോൾ ഒരു ദിവസം ഇത് ചെയ്തപ്പോഴേക്ക് തന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇല വെച്ച് കെട്ടുക, എരിക്കിൻ്റെ ഇല വെച്ച് കെട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷമൊക്കെയാണ് കുറേ ഭേദമായത്. പക്ഷേ ഈ ഫുഡ് സ്പാ മെഷീൻ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായി. വേദന കുറച്ചും കൂടെ കുറഞ്ഞു. കാല് നിലത്ത് വെച്ച് നടക്കാം എന്നുള്ളത് നിലയിലൊക്കെ ആയി. പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്ലാന്റർ ഫേഷ്യാറ്റിസ് ആണ് എൻ്റെ അസുഖം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു. 2-3 ഡോക്ടേഴ്സിനെ മാറി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതാരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള പെയിൻ റിലീഫ് ഒരു മെത്തേഡാണ് കേട്ടോ. ഇതിപ്പോൾ സാധാരണ നമ്മുടെ കാലിന് ഈ രീതിയിൽ സ്പാ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിലും ഈ എപ്സം സോൾട്ട് ഇട്ടിട്ട് നമുക്ക് ബാത്ത് സോൾട്ടായിട്ട് അതിനെ ഉപയോഗിക്കാം. ബോഡി പെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്തൊക്കെ മസിൽ പെയിനൊക്കെ വരുമല്ലോ ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു സോൾട്ട് ഇട്ടിട്ട് നമുക്ക് കുളിക്കാം. അപ്പോൾ അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം കളയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിനൊരു ക്യാപ്പൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെയാണ് വെള്ളം പുറത്തേക്ക് കളയുന്നത്. വാഷ് ബേസിൻ്റെയോ അല്ലെങ്കിൽ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് നമുക്കിതുപോലെ വെള്ളം കളയാം. കണ്ടില്ലേ? അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിഞ്ഞു പോകും. പിന്നെ മുഴുവൻ വെള്ളം ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒന്ന് ചെരിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. പാത്രം ഒന്ന് ചെരിച്ചിട്ട് നമുക്ക് മുഴുവൻ വെള്ളം പൂർണ്ണമായിട്ട് നമുക്ക് കളഞ്ഞിട്ട് അതിനെ ഡ്രൈ ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ദിവസേന 1-2 തവണ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ 2 തവണയാണ് ചെയ്യുന്നത്. രാവിലെയും ചെയ്യും, അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സ്പാ ചെയ്യാറുണ്ട്. അപ്പോൾ ഫുഡ് സ്പാ മെഷീൻ എന്ന് അടിച്ചാൽ മതി. ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ എപ്സം സോൾട്ടിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്നെപ്പോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ശരിക്ക് ഒരുപാട് വേദനകളുണ്ടാവും കാലിലും അതുപോലെ ശരീരത്തിലും ഒക്കെ. മുട്ടുവേദനയുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാം. മുട്ടുവേദനയ്ക്ക് പക്ഷേ ഈ സ്പാ മെഷീൻ പറ്റില്ല. തുണി എപ്സം സോൾട്ടിൽ മുക്കിയിട്ട്, എപ്സം സോൾട്ട് വെള്ളത്തിലിട്ടിട്ട് ചൂടുവെള്ളത്തിലിട്ട്
അതിനകത്ത് തുണി മുക്കിയിട്ട് പൊതിഞ്ഞ് വെച്ചാൽ മതി. പൊതിഞ്ഞ് വയ്ക്കുക. അപ്പോൾ കുറച്ച് വേദന നമുക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഒരു നല്ല അറിവാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഒരുപാട് പേര് വേദനയായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ശരീരവേദനയായിട്ട്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു തൂക്കുണ്ട് കേട്ടോ, ബക്കറ്റ് പോലെ നമുക്കിങ്ങനെ തൂക്കി പിടിക്കാം. കണ്ടില്ലേ, ഇങ്ങനെ തൂക്കിയിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. ഞാനൊരു സൈഡിലാണ് ഇങ്ങനെ വയ്ക്കാറുള്ളത്. അടപ്പുണ്ട്, ഈ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.